പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ വി ഡി സതീശനെ പറവൂർ ആഡം സ്മിത്ത് എന്നൊന്നും പുകഴ്ത്തിയാൽ പോരാ, അതുക്കും മേലെയാണ് അദ്ദേഹം. ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തം മുഴുവൻ തിരുത്തുന്ന വി ഡി സതീശന്റെ ആ സിദ്ധാന്തം കേട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം. ഉദാഹരണത്തിന് 1000 കോടി കൊടുത്താൽ 1000 കോടി രൂപ പോയാൽ 1000 കോടി രൂപ മാർക്കറ്റിൽ വരും. ആദ്യഘട്ടത്തിൽ തന്നെ മിനിമം അതിന്റെ ഒരു 15% GST ആയിട്ട് സർക്കാരിലേക്ക് തിരിച്ചു വരും. ഇതൊരു 3-4 മാസം പല റൗണ്ടായിട്ട് മാർക്കറ്റിൽ കറങ്ങും ഈ 1000 കോടി രൂപ. ഓരോ റൗണ്ടിലും ഈ ഗവൺമെന്റിന്റെ നികുതി വരുമാനം വർദ്ധിക്കും. ഓരോ റൗണ്ടിലും ഈ 3% വന്നുകൊണ്ടിരിക്കും. എന്റെ കാൽക്കുലേഷനിൽ ഒരു 3-4 മാസം കൊണ്ട് ഓരോ റൗണ്ടിലും ഈ പൈസ കിട്ടിയാൽ ഒരു 4 മാസം കഴിയുമ്പോൾ ഈ 1000 കോടി രൂപ മാർക്കറ്റിലേക്ക് പുഷ് ചെയ്തത് GST ആയിട്ട് തിരിച്ചു വരും. സർക്കുലർ ഇക്കോണമി നമ്മൾ പറയും. പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. വലിയ ആളുകൾ കൊടുത്താൽ, ഇപ്പൊ ജീവനക്കാർക്ക് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ പൈസ ഉള്ളവർക്ക് കൊടുത്താൽ ബാങ്കിൽ പോകും. ബാങ്കിൽ പോയാൽ നമുക്ക് ഈ ബെനിഫിറ്റ് ഉണ്ടാവില്ല. ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് ഈ പണം കൊടുത്താൽ അത് മാർക്കറ്റിൽ പോയി അത് തിരിച്ചു വരികയും വീണ്ടും റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. കേട്ടല്ലോ, യഥാർത്ഥത്തിൽ വി ഡി സതീശനെ പറവൂരിലെ ആഡം സ്മിത്ത് എന്നല്ല വിശേഷിപ്പിക്കേണ്ടത്, അതിലും കൂടിയ ഇനമാണ് അദ്ദേഹം. പൊതു മാർക്കറ്റിൽ സർക്കാർ 1000 കോടി ഇറക്കിയാൽ 4 മാസം കൊണ്ട് ആ 1000 കോടിയും നികുതി ഇനത്തിൽ തിരിച്ചു കിട്ടുമെന്നാണ് സതീശൻ പറയുന്നത്. തല കുത്തി നിന്നാലും സാക്ഷാൽ ആഡം സ്മിത്തിന് ഒരിക്കലും പിടികിട്ടാത്ത സിദ്ധാന്തമാണിത്. ഈ പൊതുമാർക്കറ്റ് ഒരു നോട്ടിരട്ടിപ്പ് കേന്ദ്രമാണെന്ന രഹസ്യം നമ്മുടെ മൻമോഹൻ സിംഗിനോ മൊണ്ടേക് സിംഗ് അലുവാലിക്കോ അറിയുമായിരുന്നോ? ലോകബാങ്കിൽ പോയി സകല അടവും പഠിച്ച സാമ്പത്തിക വിദഗ്ധനായിരുന്നു മൻമോഹൻ സിംഗ്. ആ കളരിയിൽ പോലും അദ്ദേഹത്തിന് ഈ സിദ്ധാന്തം പഠിക്കാൻ കഴിഞ്ഞില്ല. 1000 കോടി മാർക്കറ്റിൽ ഇറക്കിയാൽ 4 മാസം കൊണ്ട് ആ 1000 കോടിയും നികുതിയായി ഖജനാവിൽ തിരിച്ചു വരുന്ന വിദ്യ നിർമ്മല സീതാരാമൻ അറിയുമോ? ഇല്ല. വിലപ്പെട്ട ഈ വിദ്യ കൈവശമില്ലാത്തത് കൊണ്ട് സകലതും വിറ്റുതുലയ്ക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി. കേരളത്തിൽ 13 ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മാണി സാർ. 1000 കോടി മാർക്കറ്റിൽ ഇറക്കിയാൽ 1000 കോടിയും 4 മാസം കൊണ്ട് നികുതിയായി ഖജനാവിൽ തിരിച്ചെത്തിക്കുന്ന വിദ്യ പാവം മാണി സാറിനും അറിയാതെ പോയി. സത്യത്തിൽ വലിയൊരു പാതകം കേരളത്തോടും കോൺഗ്രസിനോടും UDF-നോടും ചെയ്തത് ഉമ്മൻചാണ്ടിയാണ്. 2001 MLA ആയപ്പോൾ തന്നെ അദ്ദേഹം വി ഡി സതീശനെ കേരളത്തിന്റെ ധനമന്ത്രിയാക്കണമായിരുന്നു. എങ്കിൽ കേരളം എവിടെ ചെന്ന് നിൽക്കുമായിരുന്നു? ഖജനാവിൽ ഇഷ്ടം പോലെ പണം, നാട്ടിൽ സ്വർഗസമാനമായ വികസനം, UDF-ന് കൽപ്പാന്ത കാലത്തേക്ക് തുടർഭരണം, എല്ലാം കളഞ്ഞില്ലേ ഉമ്മൻചാണ്ടി? ആ മണ്ടത്തരത്തിന് കൊടുത്ത വിലയാണ് കഴിഞ്ഞ 10 കൊല്ലമായി UDF-ന് കേരളത്തിൽ ഭരണം കിട്ടാക്കനിയായത്. ഏതായാലും ഇനി ആ പ്രതിസന്ധിയില്ല. അതുകൊണ്ട് വി ഡി സതീശന്റെ ആ സാമ്പത്തിക മായാജാലം നമുക്കും പഠിക്കാം. വി ഡി സതീശൻ പറയുന്നത് പോലെ അങ്ങനെ 15% നികുതിയായി സർക്കാരിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഈ സാധാരണക്കാർ ഏതൊക്കെ നിത്യോപയോഗ സാധനങ്ങളാണ് വാങ്ങേണ്ടത്? 1000 കോടിയിൽ ഒരു ചില്ലി കാശ് മാറ്റിവെക്കാതെ മുഴുവൻ തുകയ്ക്കും സാധാരണക്കാർ സോപ്പും ടൂത്ത് പേസ്റ്റും വാങ്ങിക്കണം. കാരണം സാധാരണക്കാർക്ക് ആവശ്യമായ നിത്യോപയോഗ വസ്തുക്കളിൽ സോപ്പും ടൂത്ത് പേസ്റ്റും മാത്രമാണ് GST-യുടെ 18% സ്ലാബിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ. അവയ്ക്ക് 18% നികുതിയാണെന്ന് വെച്ച് ആ 18% സംസ്ഥാന സർക്കാരിലേക്ക് തന്നെ കിട്ടില്ല. 9% സംസ്ഥാന സർക്കാരിന് കിട്ടൂ. ബാക്കി 9% കേന്ദ്രത്തിനാണ്. അതായത് 1000 കോടി ചെലവഴിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് 150 കോടി GST വരുമാനം ലഭിക്കണമെങ്കിൽ ആകെ 300 കോടി GST പിരിയണം, അല്ലെ? 30%. അങ്ങനെ 30% GST ഉള്ള ഉൽപ്പന്നങ്ങൾ ഈ സാധാരണക്കാർ വാങ്ങിക്കൂട്ടിയാലേ 150 കോടി ടാക്സ് ഇനത്തിൽ സർക്കാരിന് മടക്കി കിട്ടുകയുള്ളൂ, അല്ലെ? അതാണ് കണക്ക്. ഇനി ഏറ്റവും സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും നിത്യോപയോഗ സാധനങ്ങൾ ഏതൊക്കെയാണ്? അതിനൊക്കെ എത്രയാണ് GST? സാധാരണക്കാരും പാവപ്പെട്ടവരും ഉപയോഗിക്കുന്ന അരി, ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, ഇതിനൊന്നിനും GST ഇല്ല. പാല്, തൈര്, പച്ചക്കറി, മോര്, പഴങ്ങൾ, ഇതിനൊന്നിനും GST ഇല്ല. പാവപ്പെട്ടവരും സാധാരണക്കാരനും ഒന്നും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളല്ല ഉപയോഗിക്കുന്നത്. അതുപോലെ മുട്ട, ഉപ്പ്, ശർക്കര, ബ്രെഡ്, പപ്പടം തുടങ്ങിയ ഭക്ഷണ സാധനങ്ങൾക്കൊന്നും GST ഇല്ല. ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും കണക്കിലെടുത്താൽ പുസ്തകങ്ങൾക്കും പത്രങ്ങൾക്കും സാധാരണ ആശുപത്രി സേവനങ്ങൾക്കും GST ഇല്ല. അപ്പൊ സാധാരണ മനുഷ്യരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന മഹാഭൂരിപക്ഷം ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും 1 രൂപ GST ഇല്ല. അവർ അതൊക്കെ വാങ്ങിയതുകൊണ്ട് നികുതി ഇനത്തിൽ സർക്കാരിന് ഒരു ചില്ലിക്കാശ് വരുമാനം ഉണ്ടാകില്ല. എല്ലാ ഭക്ഷ്യ എണ്ണകൾക്കും ചായപ്പൊടി, കാപ്പിപ്പൊടി, ജീവൻ രക്ഷാ മരുന്നുകൾ, 1000 രൂപയിൽ താഴെയുള്ള വസ്തുക്കൾ, 500 രൂപയിൽ താഴെയുള്ള ചെരുപ്പുകൾ എന്നിവയ്ക്ക് 5% മാത്രമാണ് GST. സാധാരണക്കാരന്റെ നിത്യോപയോഗത്തിന് വേണ്ടുന്നവയിൽ 18% GST കൊടുക്കേണ്ടത് സോപ്പിനും ടൂത്ത് പേസ്റ്റിനും മാത്രമാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്, കിട്ടുന്ന 1000 കോടിക്കും സോപ്പും ടൂത്ത് പേസ്റ്റും വാങ്ങിക്കൂട്ടിയാലും 18% GST സർക്കാരിലേക്ക് തിരിച്ചെത്തൂ. എന്താണ് വി ഡി സതീശന്റെ ലക്ഷ്യം? എല്ലാ രംഗത്തും വിദഗ്ധനായ ഒരു രാഷ്ട്രീയ നേതാവാണ് താനെന്ന് കാണിക്കണം. അതിനുവേണ്ടി തട്ടിക്കൂട്ടുന്ന ഈ PR അഭിമുഖങ്ങളിൽ പറവൂർ ആഡം സ്മിത്ത് തള്ളിമറിക്കുന്നത് മുഴുവൻ വിഡ്ഢിത്തങ്ങളാണ്, എണ്ണം പറഞ്ഞ അസംബന്ധങ്ങളാണ്. തന്റെ യാത്രയിൽ അദ്ദേഹം കേരളത്തിൽ ഉടനീളം പ്രസംഗിച്ചു നടന്ന് നമ്മൾ കേട്ടു. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവിൽ താൻ പണം കൊണ്ട് നിറയ്ക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഗീർവാണം.
സർക്കാർ ഖജനാവിൽ പണം നിറയ്ക്കാൻ ഇതൊക്കെയാണ് വി ഡി സതീശന്റെ പറവൂർ ആഡം സ്മിത്തിന്റെ പോക്കറ്റിലുള്ള ഐഡിയകളെങ്കിൽ ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. ഇനി അടുത്ത അസംബന്ധം. ഓരോ റൗണ്ടിലും ഈ പൈസ കിട്ടിയാൽ ഒരു 4 മാസം കഴിയുമ്പോൾ ഈ 1000 കോടി രൂപ മാർക്കറ്റിലേക്ക് പുഷ് ചെയ്തത് GST ആയിട്ട് തിരിച്ചു വരും. സർക്കുലർ എക്കോണമി നമ്മൾ പറയും. ഈ സർക്കുലർ എക്കോണമി എന്ന് വെച്ചാൽ എന്താണ് അദ്ദേഹം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? സർക്കാർ കുറെ പണം സാധാരണക്കാരിലൂടെ മാർക്കറ്റിൽ ഇറക്കുമ്പോൾ നികുതി വരുമാനമായി GST വരുമാനമായി സർക്കാരിന് ആ പണം തിരികെ കിട്ടുന്നതാണോ ഈ സർക്കുലർ എക്കോണമി എന്ന് പറയുന്നത്? അല്ല. ഉപയോഗം കഴിഞ്ഞ വസ്തുക്കൾ വലിച്ചെറിയുന്നതിന് പകരം അവ വീണ്ടും ഉപയോഗിച്ചും അറ്റകുറ്റപ്പണികൾ നടത്തി പുതുക്കിയും പുനരുപയോഗം ചെയ്തും പരമാവധി കാലം നിലനിർത്തുന്ന സാമ്പത്തിക വ്യവസ്ഥയെയാണ് സർക്കുലർ എക്കോണമി എന്ന് പറയുന്നത്. അല്ലാതെ 1000 കോടി പാവങ്ങൾക്ക് കൊടുക്കുമ്പോൾ നികുതി വരുമാനമായി കറങ്ങിത്തിരിഞ്ഞ് സർക്കാരിലേക്ക് തിരിച്ചു വരുന്നതല്ല. മാലിന്യം കുറയ്ക്കുക, വിഭവങ്ങളുടെ പുനരുപയോഗം സാധ്യമാക്കുക, പരിസ്ഥിതി സംരക്ഷണം എന്നിവയൊക്കെയാണ് സർക്കുലർ എക്കോണമിയുടെ ലക്ഷ്യങ്ങൾ. ഉദാഹരണത്തിന് നമ്മളൊരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക. പുതിയ ഒരെണ്ണം കിട്ടുമ്പോൾ പഴയത് നമ്മൾ വലിച്ചെറിയും. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. പകരം ഈ സ്മാർട്ട് ഫോണിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കൊബാൾട്ട്, ലിഥിയം തുടങ്ങിയ ലോഹങ്ങൾ വേർതിരിച്ച് പുതിയ ബാറ്ററികളോ ചിപ്പുകളോ നിർമ്മിക്കാൻ ഉപയോഗിക്കാം. അങ്ങനെ പലതരം ഉൽപ്പന്നങ്ങൾ പുനരുപയോഗം ചെയ്ത് പരിസ്ഥിതിയിൽ വേസ്റ്റ് കുമിഞ്ഞുകൂടുന്നത് തടയണം. ഇങ്ങനെയൊക്കെ ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എക്കോണമിയാണ് ഈ സർക്കുലർ എക്കോണമി എന്ന് പറയുന്നത്. അല്ലാതെ സർക്കാർ കുറച്ച് പണം മാർക്കറ്റിൽ ഇറക്കുന്നു, മാർക്കറ്റിൽ ഇറക്കുന്ന പണം കൊണ്ട് ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു, സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് നികുതി വരുമാനം ഉണ്ടാകുന്നു, അങ്ങനെ ആ നികുതി വരുമാനം കറങ്ങിത്തിരിഞ്ഞ് സർക്കാരിന്റെ ഖജനാവിലേക്ക് വരുന്നതിനെ അല്ല സർക്കുലർ എക്കോണമി എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മുടെ പറവൂർ ആഡം സ്മിത്തിന് സർക്കുലർ എക്കോണമിയും അറിയില്ല, GSTയും അറിയില്ല, നാട്ടിലെ സാധാരണക്കാർ ഏതൊക്കെ നിത്യോപയോഗ സാധനങ്ങളാണ് വാങ്ങുന്നത് എന്നറിയില്ല, അവ രാജ്യത്തെ ഏതൊക്കെ നികുതി സ്ലാബിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നറിയില്ല, സർക്കാരിന്റെ ഖജനാവിലേക്ക് എങ്ങനെയാണ് നികുതി പിരിക്കുന്നത്, എങ്ങനെയാണ് നികുതി വരുന്നത് എന്നറിയില്ല. ഒരു ചുക്കും അറിയില്ലെങ്കിലും എല്ലാം അറിയുന്ന രാഷ്ട്രീയ നേതാവാണ് താനെന്ന പ്രതിച്ഛായ ഉണ്ടാക്കണം. ആ ലക്ഷ്യത്തോടെ ചാനലുകളിൽ പോയിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊന്നും ഒരു ചുണ്ണാമ്പും അറിഞ്ഞുകൂടാത്ത മാധ്യമ പ്രവർത്തകരുടെ മുന്നിലിരുന്ന് അദ്ദേഹം എന്തൊക്കെയോ അസംബന്ധങ്ങൾ വിളിച്ചു പറയുന്നു. ആ അസംബന്ധങ്ങൾ എന്തോ മഹത്തായ ആശയങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തിന്റെ അനുയായികൾ നാട്ടിലാകെ പ്രചരിപ്പിക്കുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി സതീശനെ അഭിമുഖം നടത്തിയ ആ വിനു വി ജോണിന്റെ ഇരിപ്പൊന്ന് നോക്കൂ. പുള്ളിക്കാരന്റെ അവസ്ഥയും മറ്റൊന്നല്ല. സതീശൻ സർക്കുലർ എക്കോണമി എന്ന് പറയുമ്പോൾ ആ വിനു വി ജോൺ ഇരിക്കുന്ന ഇരിപ്പൊന്ന് നോക്കൂ. ഇതാണ് നമ്മുടെ ആസ്ഥാന ചാനൽ ജഡ്ജിമാരുടെ അവസ്ഥ. അവർക്കും ഇതേക്കുറിച്ച് ഒന്നും അറിയില്ല. സത്യത്തിൽ വി ഡി സതീശന്റെ തൊലിക്കെട്ടി നാം സമ്മതിച്ചു കൊടുക്കണം. ഒന്നിനെ കുറിച്ചും ഒരു അടിസ്ഥാന ധാരണയും ഇല്ലാതെ അതിവിദഗ്ധൻ കളിക്കാനുള്ള ഈ ചങ്കുറപ്പുണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുക്കണം. വലിയ വായനക്കാരനാണ് താനെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. കോൺഗ്രസിലെ വലിയ വായനക്കാരന്റെ സ്ഥിതി ഇതാണെങ്കിൽ പുസ്തകവും പത്രവും കൈകൊണ്ട് തൊടാത്ത അദ്ദേഹത്തിന്റെ മറ്റു സഹപ്രവർത്തകരുടെ സ്ഥിതി എന്തായിരിക്കും? കേരളം ആലോചിക്കേണ്ട വിഷയമാണ്. സത്യത്തിൽ ഇത്തരം അസംബന്ധങ്ങൾ പറഞ്ഞു നടക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് പൊതുരംഗത്ത് നിന്ന് പുറത്താക്കപ്പെടേണ്ട ആളാണ് വി ഡി സതീശൻ. അദ്ദേഹത്തിന് 1/4 നൂറ്റാണ്ട് നീളുന്ന പാർലമെന്ററി പാരമ്പര്യമുണ്ട്. ആ മേനി പറഞ്ഞു നടക്കുന്നയാളാണ് അദ്ദേഹം. വർഷം 60-ലധികം പുസ്തകങ്ങൾ വായിക്കുന്നു എന്ന ഗീർവാണം വേറെ. പുസ്തകം തുറന്നു വെച്ച് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുകയല്ലാതെ അതിൽ ഒരു പേജെങ്കിലും വായിച്ചതിന്റെ നിലവാരം വി ഡി സതീശൻ പറയുന്ന ഒരു വാക്കിൽ പോലും പ്രതിഫലിക്കുന്നില്ലെന്ന് ഖേദപൂർവ്വം പറയേണ്ടി വരും. സത്യത്തിൽ വളരെ ലോ ലെവൽ ഐക്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ വി ഡി സതീശൻ. ഏറിയാൽ എറണാകുളം DCC പ്രസിഡന്റ് വരെ ആകാനുള്ള കോപ്പേ അദ്ദേഹത്തിന്റെ കൈവശമുള്ളൂ. പക്ഷെ അതും വെച്ച് ഒരു മഹാപണ്ഡിതനായി അഭിനയിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പറ്റിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് പകരം അദ്ദേഹം സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവായി ഒരു ക്യാബിനറ്റ് റാങ്ക് സംഘടിപ്പിച്ചു. അതുവരെ ഓക്കെ, അദ്ദേഹത്തിന്റെ കഴിവ്. പക്ഷെ മഹാപണ്ഡിതന്റെ ഈ മുഖംമൂടി അണിഞ്ഞ് അസംബന്ധങ്ങളും വിഡ്ഢിത്തരങ്ങളും വിളമ്പാൻ മാത്രം ശേഷിയുള്ള ഒരു നാവിന്റെ ബലത്തിൽ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം കൊതിക്കുകയാണ്. അതൊരു അതിമോഹമാണ്. ഇത്തരം അസംബന്ധങ്ങൾ തള്ളിമറിക്കുന്നതിലൂടെ സാക്ഷരതയിലും രാഷ്ട്രീയ പ്രബുദ്ധതയിലും ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു ജനതയുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് വി ഡി സതീശൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ന്യൂസ് ബുള്ളറ്റ് കേരള ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ പ്രതിമാസം 100 രൂപ സംഭാവന നൽകാൻ തയ്യാറുള്ള സുഹൃത്തുക്കൾ nbkerala.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രതിമാസം ഗൂഗിൾ പേ വഴി ഓട്ടോ പേ ചെയ്യാനുള്ള സംവിധാനം അതിലേർപ്പെടുത്തിയിട്ടുണ്ട്. 100 രൂപയ്ക്ക് മുകളിൽ സംഭാവന ചെയ്യാൻ തയ്യാറുള്ള സുഹൃത്തുക്കൾ 7994903388 എന്ന ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ സംഭാവനകൾ അയക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.